സുപ്രീം കോടതിയിൽ നിന്ന് ഉണ്ടായിരിക്കുന്ന വിധി വളരെ ശ്രദ്ധേയമാണ്. രാജ്യം മുഴുവൻ ഉറ്റുനോക്കിക്കൊണ്ടിരുന്ന ഒരു സന്ദർഭത്തിൽ വന്നിരിക്കുന്നത് നമ്മുടെ മതേതര സ്വഭാവത്തിനും അതുപോലെ തന്നെ ഭരണഘടനാനുസൃതമായ ജനാധിപത്യ വാഴ്ചക്കും വിഘാതമായി പാർലമെന്റിൽ ഭൂരിപക്ഷം ഉണ്ട് എന്ന് കരുതി ഏത് നിയമവും അത് ഭരണഘടനയുടെ സ്പിരിറ്റിന് യോജിക്കാത്തതാണെങ്കിൽ പോലും ഉണ്ടാക്കാം, നമ്മുടെ അടിസ്ഥാന മതേതര സ്വഭാവം മാറ്റാം എന്നൊക്കെയുള്ള ആ ഒരു ആത്മവിശ്വാസക്കുറവിന് ഇന്ത്യൻ ജനതക്ക് വാസ്തവത്തിൽ ലഭിച്ച വലിയൊരു പ്രതീക്ഷയാണ് സുപ്രീം കോടതിയിൽ നിന്ന് ഉണ്ടായിരിക്കുന്ന വിധി. ഈ വിധി വഖഫ് കാര്യത്തിൽ സുപ്രീം കോടതിയിൽ നിന്നാണ്, ഇന്ത്യയിലെ പരമോന്നത നീതിപീഠത്തിൽ നിന്നാണ് ഉണ്ടായത് എന്നുള്ളതുകൊണ്ട് ഇന്ററിം ഓർഡർ ആണെങ്കിൽ പോലും ഇടക്ക് വന്ന ഒരു വിധി ഫൈനൽ വിധി അല്ല എങ്കിൽ പോലും അടിസ്ഥാനപരമായി അതിനി ചോദ്യം ചെയ്യാൻ സാധിക്കുകയില്ല. അതിലൊക്കെ എടുത്തു പറയേണ്ട കാര്യമാണ്, ഒരു ഭൂമി വഖഫ് എന്ന് ഉള്ള ആ ഒരു പവിത്രതയൊന്നും കൊടുക്കാതെ എപ്പോൾ വേണമെങ്കിലും ഏറ്റെടുക്കാം. എന്നിട്ട് അത് ആ ഏറ്റെടുക്കുന്ന ഗവൺമെന്റ് ഇടപെടുന്ന സമയത്ത് തന്നെ, കലക്ടർ ഇടപെടുന്ന സമയത്ത് അല്ലെങ്കിൽ അതോറിറ്റി ഇടപെടുന്ന സമയത്ത് തന്നെ അത് വഖഫ് അല്ലാതായി മാറും എന്നൊക്കെയുള്ള നിയമം അടിസ്ഥാനപരമായി ഒരു ഫണ്ടമെന്റൽ റൈറ്റിന് പോലും യോജിച്ചതല്ല എന്ന് നേരത്തെ ചൂണ്ടിക്കാണിക്കപ്പെട്ടതാണ്. അതാണിപ്പോ അത് കോടതി വിധിക്ക് അനുസൃതമായി മാത്രമേ പറ്റുള്ളൂ എന്നുള്ള നിലയിൽ സുപ്രീം കോടതി അപ്ഹോൾഡ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഏറ്റെടുക്കുന്ന സമയത്ത് തന്നെ വഖഫ് അല്ലാതായി മാറും എന്നൊക്കെയുള്ള നിയമം പോയി. അതേപോലെ വളരെ ഗൗരവമുള്ള വിഷയം ആയി ചൂണ്ടിക്കാണിക്കപ്പെട്ട ഒരു വിശ്വാസിയാണോ അല്ലേ എന്ന് ഗവൺമെന്റ് തീരുമാനിക്കുക എന്നൊക്കെ തുടങ്ങിയുള്ള നിരർത്ഥകമായ പല ഏകാധിപത്യ പ്രവണതയോടുകൂടിയ വശങ്ങളും ഈ കോടതി വിധിയോടുകൂടി ഇല്ലാതായിരിക്കുകയാണ്. ഇത് വഖഫ് കാര്യത്തിൽ ഒരു വിധി എന്നതിനേക്കാൾ കൂടുതൽ വിവിധ വിശ്വാസികൾ കഴിയുന്ന ഒരു രാജ്യത്ത് എല്ലാവരുടെയും ഫണ്ടമെന്റൽ റൈറ്റ്, അവർക്കൊക്കെ മതേതര സ്വഭാവത്തിലുള്ള ഒരു അവകാശം വകവെച്ച് കിട്ടുക എന്ന മൗലികാവകാശം, അത് ഉയർത്തിപ്പിടിക്കുന്ന വിധിയാണ്. യാതൊരു സംശയവുമില്ല. സുപ്രീം കോടതി അപ്ഹോൾഡ് ചെയ്തിരിക്കുന്നത് ഇന്ത്യൻ ജനാധിപത്യം ഭരണഘടനാനുസൃതമായി നമ്മുടെ ഭരണഘടന ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകും. പാർലമെന്റിൽ കേവലം ഭൂരിപക്ഷമുണ്ട് എന്ന് കരുതി അടിസ്ഥാന സ്വഭാവങ്ങൾക്ക് മാറ്റം വരുത്താനൊന്നും സാധിക്കുകയില്ല എന്നുള്ളതാണ് ഈ സുപ്രീം കോടതി വിധിയുടെ സ്പിരിറ്റ്. മുഴുവൻ വഖഫ് കാര്യങ്ങളും ഫൈനലായി വിധി വന്നിട്ടില്ല എങ്കിൽ പോലും ഇടക്ക് വന്ന ജുഡീഷ്യൽ സ്ക്രൂട്ടിനിക്ക് വിധേയമായി മാത്രമേ വഖഫ് അല്ലാതായി മാറുകയുള്ളൂ എന്ന് തുടങ്ങിയ വിധി വളരെ പ്രധാനപ്പെട്ടതാണ്. അത്രയും ഈ പെറ്റീഷനുമായിട്ട് സുപ്രീം കോടതിയെ സമീപിച്ച വിവിധ സംഘടനകൾ ഉയർത്തിപ്പിടിച്ച, അതുപോലെ തന്നെ പാർലമെന്റിൽ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ ഉന്നയിച്ച, സമിതികളിലൊക്കെ ഉന്നയിച്ച വിഷയം ന്യായമാണ് എന്ന് തെളിഞ്ഞിരിക്കുകയാണ്. സുപ്രീം കോടതി ആ അർത്ഥത്തിൽ വളരെ സ്വാഗതം ചെയ്യപ്പെടേണ്ടതാണ്. ഫൈനലായിട്ടുള്ള വിധി തീർച്ചയായും ഇന്ത്യൻ ജനാധിപത്യത്തിന് ശക്തിയേകുന്നതാവുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇതാണ് വഖഫ് വിധിയെ സംബന്ധിച്ചിടത്തോളം ഇന്നുണ്ടായിരിക്കുന്നത്. ഒരാശങ്ക ഒഴിഞ്ഞിരിക്കുകയാണ്.
കാരണം ഭൂരിപക്ഷം ഉണ്ടായാൽ ഏത് നിയമവും ഭേദഗതി ചെയ്യാം, എന്ത് ജനാധിപത്യ അവകാശവും അടിച്ചമർത്താം, ഓരോ ജനവിഭാഗങ്ങളുടെ വിശ്വാസത്തിൽ മുഴുവൻ ഇടപെടാൻ പറ്റും എന്നൊക്കെയുള്ള തോന്നലിന് ഒരു പരിസമാപ്തി ആവുന്ന വിധിയാണിത്. ജനാധിപത്യം അതിന്റെ അടിസ്ഥാന സ്വഭാവത്തിൽ പോവുക എന്നുള്ള ഭരണഘടനാനുസൃതമായ ഒരു വാഴ്ചയുടെ പാതയിൽ നിന്ന് ഇന്ത്യ വ്യതിചലിക്കുകയില്ല എന്നുള്ളതിന് ഏറ്റവും വലിയൊരു ഗ്യാരണ്ടിയാണ് ഈ വിധി. സുപ്രീം കോടതിയിൽ ഉണ്ടായിരിക്കുന്ന ഇപ്പോഴത്തെ വഖഫ് സംബന്ധിച്ച ഇന്ററിം ഓർഡറിനെ സംബന്ധിച്ചാണ് ഇത്രയും പറയാനുള്ളത്. വേറെ ഒന്നുമില്ല. ഇല്ല, അടിസ്ഥാനപരമായ കാര്യങ്ങളിൽ മാറ്റം വരുത്താൻ കഴിയില്ലല്ലോ. ചില വിധി, ഇപ്പൊ കലക്ടർ വിധി പിന്നെ ഉണ്ടായാൽ അത് ഒക്കപ്പ് തർക്കം ഒരു പെറ്റീഷൻ കൊടുത്താൽ ഉടനെ അത് ഒക്കപ്പ് അല്ലാതായി മാറും എന്നൊക്കെ സുപ്രീം കോടതി ക്യാൻസൽ ചെയ്തിരിക്കുകയാണ്. ആ കാര്യത്തിൽ ഇനി ഗവൺമെന്റിന് മുന്നോട്ട് പോകാൻ കഴിയില്ല. പിന്നെ അവർക്കിനി കോടതിയിൽ വാദിച്ചപ്പോൾ തന്നെ പലതും അവർ സമ്മതിച്ച് പിന്മാറേണ്ടി വന്നു. സുപ്രീം കോടതി വിധി ആയതുകൊണ്ട് ഈ കാര്യങ്ങളിൽ കൂടുതൽ എന്തെങ്കിലും ചെയ്യാൻ അവർക്ക് സാധിക്കുമെന്ന് തോന്നുന്നില്ല. ഇതപര്യന്തമുള്ള കാര്യങ്ങളിൽ ചില വ്യതിയാനങ്ങൾ ഉണ്ടാവും. അത് സുപ്രീം കോടതിയുടെ ഫൈനലായിട്ടുള്ള വിധി വരുമ്പോഴേ പറയാൻ കഴിയുള്ളൂ. അതുകൊണ്ട് തന്നെ 100% പെറ്റീഷനേഴ്സ് പറഞ്ഞത് നടന്നു എന്നല്ല, പക്ഷെ അത്രയും ആശ്വാസം എന്നുള്ള നിലക്കാണ് പെറ്റീഷനേഴ്സ് ഇതിനെ കാണുന്നത്. ഇല്ല, ഇത് ആ ഒരു വിഷയത്തില് നമ്മൾ മനസ്സിലാക്കേണ്ടത് കോൺഗ്രസ് ഈ വിഷയത്തിൽ എടുത്തിരിക്കുന്ന തീരുമാനമാണ് UDF ഈ കാര്യത്തിൽ ഉയർത്തിപ്പിടിക്കുക. കോൺഗ്രസ് അവരുടെ സംഘടനാപരമായ കാര്യത്തിൽ ഒരു തീരുമാനം എടുത്താൽ ആ കാര്യത്തെ സംബന്ധിച്ച് പിന്നെ UDF വേറൊരു അഭിപ്രായം പറയേണ്ട കാര്യമില്ലാത്തതുകൊണ്ട് UDFും അതുപോലെ തന്നെ ലീഗും ആ കാര്യത്തിൽ ഇപ്പോ ഇടപെടുന്ന പ്രശ്നമില്ല. ഈ അജണ്ട ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ UDFിൽ വന്നാലോ ചർച്ച ചെയ്താലോ മാത്രമേ ഞങ്ങൾ ആ കാര്യത്തിൽ ഇടപെടൂ. അതാണ് ഞാൻ പറഞ്ഞത്. അത് സംബന്ധിച്ച് ഏത് പോയിന്റ് ആണെങ്കിലും അതിനിപ്പോ കോൺഗ്രസ് മറുപടി പറഞ്ഞുകൊള്ളും. ഞങ്ങൾ പറയേണ്ടതില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ തീരുമാനം.